മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്ക് പുതിയൊരു അവസരം ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. വന്ന ഉടനെ തന്നെ നമ്മൾ വാട്സപ്പ് ചാനലിലൂടെ ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ RRB SSC അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്, ഓൾസോ നമ്മുടെ യൂണിഫോം ഫീൽഡിൻ്റെയൊക്കെ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. മുൻപേ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അറിയാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നമ്മൾ എത്തിക്കാറുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ, കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ അപ്ഡേറ്റും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. എനിവേ, വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം. കേരള പോലീസ് കോൺസ്റ്റബിളിലേക്ക് വനിതകൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ WCPOൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. 31/12/2024 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 29/1/2025 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, എങ്കിലും ചില സഹോദരിമാർക്ക് ഇത് അറിയണം എന്നില്ല. നമ്മുടെ ചില സുഹൃത്തുക്കൾക്കൊന്നും ഇത് കൃത്യമായിട്ട് അറിയണമെന്നില്ല. ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവരുണ്ടാവും. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക, കൃത്യമായിട്ട് തന്നെ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുമ്പ് നമ്മൾ ഫയർമാൻ അപേക്ഷിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അതേ പ്രൊസീജിയർ തന്നെയാണ്. ഇപ്പോൾ OTP വെരിഫിക്കേഷൻ കൊണ്ടുവന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറയുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെ വീട്ടിൽ നിന്ന് തന്നെ കോൺഫിഡൻസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കോൺഫിഡൻസോടുകൂടി തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 582/2024 എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. അതായത് ഈ പോസ്റ്റിൻ്റെ പേര് തന്നെ ഈ ഒരു കാറ്റഗറി നമ്പറാണ് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു കാറ്റഗറി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ്, അതായത് ശരിക്കുള്ള ഇതാണ് പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബറ്റാലിയൻ പോസ്റ്റ് ആണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കേരള PSൻ്റെ വെബ്സൈറ്റിൽ ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഇനി നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത്. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റ് കാണാൻ പറ്റും. ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള പോലീസിലേക്ക് വുമൺ പോലീസ് കോൺസ്റ്റബിൾ, വുമൺ പോലീസ് ബറ്റാലിയനിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. 31,100 മുതൽ 66,800 രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. അതുപോലെ വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. യോഗ്യതയുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ ഒരുപോലെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 2/1/1998 1/1/2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇനി OBC ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 29 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇതിന് പുരുഷന്മാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പുരുഷന്മാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വീഡിയോ നമ്മൾ മുൻപേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ 29 വയസ്സ് വരെ OBCക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 31 വയസ്സ് വരെയാണ് SC STക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഇത് ജനറൽ കാറ്റഗറീൻ്റെ ഏജ് ലിമിറ്റ് ആണെന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. മിനിമം നിങ്ങൾക്ക് +2 ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത്. മിനിമം +2 ഉള്ളവർക്ക്, അല്ലെ +2ന് തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി SC STൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ, ഇൻ ദി കേസ് ഓഫ് SC ST കാൻഡിഡേറ്റ് ഹു ഹാവ് ഫെയിൽഡ് ഇൻ ദി സെക്കൻഡറി +2 എക്സാമിനേഷൻ ഷാൽ ഓൾസോ ബി കൺസിഡർ ഇഫ് ദി സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് നോട്ട് അവൈലബിൾ ടു ഫില്ലപ്പ് ദി കോട്ടയാണ് പറഞ്ഞത്. കോട്ട റിസർവേഷൻ ഫില്ലപ്പ് ചെയ്യാനായിട്ട് +2 പാസ്സായിട്ടുള്ള SC ST ഉദ്യോഗാർത്ഥികൾ ഇല്ലെങ്കിൽ +2 തോറ്റിട്ടുള്ളവരുടെ അപേക്ഷയും സ്വീകരിക്കുന്നത്, അതായത് 10ാം ക്ലാസ് ഉള്ളവരുടെ അപേക്ഷയും സ്വീകരിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് 10ഉം +1 ഒക്കെ പഠിച്ചിട്ടുണ്ട്, +2 ഒക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഫെയിലാണ്. പക്ഷേ SC ST ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കാരണം അവരുടെ റിസർവേഷൻ കോട്ടയിൽ സഫീഷ്യൻ്റ് ആയിട്ട് +2 പാസ്സായിട്ടുള്ളവരില്ലെങ്കിൽ 10ാം ക്ലാസ് ഉള്ളവരെ പരിഗണിക്കുന്നതായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജനറലി നമ്മുടെ OBC ആവട്ടെ അതുപോലെ തന്നെ ജനറൽ ആവട്ടെ, അവർക്കെല്ലാവർക്കും +2 നിർബന്ധമായിട്ട് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബാക്കിയുള്ള കാറ്റഗറിക്ക് എല്ലാവർക്കും തന്നെ +2 നിർബന്ധമായിട്ടും വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. SC STക്കും +2 വേണം. +2 ഇല്ലാത്തവരുടെ അഭാവത്തിലാണ് 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ഫെയിലായിട്ടുള്ളവരെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ
ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. SC/STക്ക് 150 സെൻറ്റിമീറ്റർ മാത്രം മതി എന്നും കൂടി ശ്രദ്ധിക്കുക. ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് പ്രത്യേകം ഓർത്തിരുന്നിക്കുക. ഇനി ഇതിൻ്റെ ഫിസിക്കൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ആദ്യം PSCൻ്റെ പരീക്ഷ, അത് കഴിഞ്ഞാൽ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. 100 മീറ്റർ ഓട്ടം 17 സെക്കൻഡിൽ, ഹൈ ജമ്പ് 1.06 മീറ്റേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. ലോങ് ജമ്പ് ഏകദേശം 3.05 മീറ്റേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. പുട്ടിംഗ് ദി ഷോട്ട് പറയുന്നുണ്ട് 4.88 മീറ്റേഴ്സാണ് പറയുന്നത്. 200 മീറ്റർ ഓട്ടം 36 സെക്കൻഡിനുള്ളിൽ. ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ പറയുന്നുണ്ട് 14 മീറ്ററാണ് പറയുന്നത്. ഷട്ടിൽ പറയുന്നുണ്ട്, ഷട്ടിൽ റേസ് 26 സെക്കൻഡ് കൊണ്ട്. അതുപോലെ തന്നെ സ്കിപ്പിംഗ് പറയുന്നുണ്ട് 80 തവണ എടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ 8 എണ്ണം പറയുന്നുണ്ടെങ്കിലും നിങ്ങളിതിൽ ഇവിടെ കാണാൻ സാധിക്കും മസ്റ്റ് ക്വാളിഫൈ എനി 5 ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവൻറ്റ്സ് ഔട്ട് ഓഫ് 8 ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ 8 എണ്ണത്തിൽ നിന്ന് നിങ്ങൾ 5 എണ്ണം ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അതായത് നിങ്ങൾ 5 എണ്ണം ഏതെങ്കിലും 5 എണ്ണം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കലി പാസ്സാവും. 1, 2 ഈ ഒരു നിരയിൽ തന്നെ 5 എണ്ണം പാസ്സാവണമെന്നില്ല. ഏതെങ്കിലും ഒരു 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫിസിക്കലി പാസ്സാവുന്നതായിരിക്കും. അടുത്ത കടമ്പയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം എക്സാമിനേഷൻ, പിന്നെ ഫിസിക്കൽ ടെസ്റ്റ്, പിന്നെ മെഡിക്കൽ, ദെൻ നിങ്ങളുടെ ഫൈനൽ ലിസ്റ്റും കാര്യങ്ങളും. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത്. അപ്പോൾ മിനിമം +2 ഉള്ള വനിതകൾക്ക് പോലീസ് കോൺസ്റ്റബിൾ ആകാൻ പറ്റിയ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും കൃത്യമായി ലഭിക്കാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്നുള്ള നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ യൂണിഫോം റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്, SSC, RRB തുടങ്ങിയ അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. മുൻപേ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് കൃത്യമായി ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കേണ്ട.